ഞാൻ അങ്ങനെ എത്താം. ശ്രീ ടി അസഫലി, ഇവിടെ ഇ ഡി അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു ഇ ഡി അന്വേഷണം ഏതോ ലെവലിലേക്ക് എത്താൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടായി. പ്രകടമായി തന്നെ എന്താണ് അത് തണുത്ത് ഇപ്പോൾ കാര്യമായ അനക്കങ്ങളൊന്നുമില്ല. ഇപ്പോൾ സത്യവാങ്മൂലം തന്നെ ഏതോ സമയത്ത് പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെയുള്ള ഇ ഡി ലീക്കുകൾ ഇനിയും ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അതിനപ്പുറം ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ ശ്രീ ടി അസഫലി? ഞാൻ പറഞ്ഞ ആഷ്മി ചോദിച്ചതിന് ഞാൻ മറുപടി പറയാം. ഞാൻ പറഞ്ഞ കാര്യം ഒരു പാർട്ടിയുടെ ഓർഗനൈസ്ഡ് ഫ്രോഡാണ് ഈ കരുവന്നൂർ എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ഇ ഡി മാപ്പുസാക്ഷിയെ കോട്ട് ചെയ്തിട്ടല്ല സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. ഇ ഡി കൊടുത്ത സത്യവാങ്മൂല ഒരു വാക്ക് ഞാൻ വായിച്ചോട്ടെ. ഫർദർ ഇറ്റ് ഈസ് റിവീൽഡ് ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷനാണ് ദാറ്റ് സച്ച് അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ് ബൈ CPIM party committee for different purpose, including for collecting funds for purchase of land, construction of party office, for raising funds for election expenses and souvenir etc. ഇത് ഒരു ഏജൻസി സത്യവാങ്മൂലം കൊടുത്തതാണ് കോടതിയിൽ. ബഹുമാന്യനായ റിജി ജൂക്കോ സാർ പറഞ്ഞു അത് അധികം തെളിയിക്കട്ടെ. അവർ തെളിയിക്കില്ല എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? കോടതിയിൽ ഒരു കള്ള സത്യവാങ്മൂലം കൊടുത്താൽ ഇന്ത്യൻ പീനൽ കോഡ് 193 വകുപ്പ് അനുസരിച്ച് 7 കൊല്ലം തടവിന് ശിക്ഷിക്കുന്ന കുറ്റമാണ്. കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച്, ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പാർട്ടി ജനങ്ങളെ പണം കൊള്ളയടിച്ച് പാർട്ടി ഓഫീസ് ഉണ്ടാക്കി ഭൂമി വാങ്ങി ജനങ്ങളെ എല്ലാം ആത്മഹത്യാ വക്കിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നർത്ഥം വരുന്നതാണ് ഈസിയുടെ അന്വേഷണം. ഇത് കളവാണെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു CPM-നെ, മിസ്റ്റർ ഗോവിന്ദനെ, പിണറായി വിജയനെ. ഇ ഡിക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ കോടതിയിൽ ഒരു ഹർജി കൊടുക്കൂ. CRPC 340 അനുസരിച്ച് ഇവർ കൊടുത്തിരിക്കുന്ന കള്ള സത്യവാങ്മൂലിയാണ്, സത്യത്തിൻ്റെ കണികയില്ലാത്ത സത്യവാങ്മൂലിയാണ്. അവർക്കത് തെളിയിക്കാൻ കഴിയില്ല. ഇത് പാർട്ടിയെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ്. ധൈര്യമുണ്ടോ CPM-ന്? കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പാർട്ടിക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന വൻകിട ഓർഗനൈസ്ഡ് ക്രൈമാണ്, ഒരു ഓർഗനൈസ്ഡ് ഫ്രോഡാണ്. കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പാർട്ടി പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ഭൂമി വാങ്ങി, ആഫീസ് വാങ്ങി, ഫണ്ട് വാങ്ങി, സൊവനീർ വാങ്ങി, ഇലക്ഷൻ ഫണ്ട് ഉപയോഗിച്ചു. എത്ര ആൾ ആത്മഹത്യ ചെയ്തു? എത്രയാൾ പണം കിട്ടാതെ മരണവുമായി മല്ലിട്ട് ആശുപത്രിയിൽ നിന്ന് നരകയാതനം അനുഭവിക്കുന്നു? അപ്പോഴൊരു പാർട്ടിയെ കുറിച്ച് പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങൾ ന്യായമായും കള്ള സത്യവാങ്മൂലത്തിന് ഒരു ഹർജി കൊടുക്കണം. ഇതൊരു ചെറിയ സംഭവമല്ല. ഒരു ഇൻഡിവിജ്വൽ ചെയ്ത ക്രൈമാണെങ്കിൽ വി ക്യാൻ പണിഷ് ഹിം. അത് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചെന്നൊക്കെ പറയാണ്. അതിനേക്കാൾ ഗുരുതരമാണ് ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഈ പാർട്ടി പദവിയൊക്കെ വേണമെങ്കിൽ നഷ്ടപ്പെട്ട ഇല്ലാതായി പോകാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അഫിഡവിറ്റ് മസ്റ്റായി കൊടുത്തേ മതിയാകൂ. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നായിരുന്നു എന്റെ റിജോടുള്ള ചോദ്യം. ഇലക്ഷൻ കമ്മീഷൻ ഇവര് വിവരം കൊടുക്കാൻ ജനങ്ങളെ ആഷ്മി ഇലക്ഷൻ കമ്മീഷന് വിവരം അറിയിച്ചില്ല എന്നുള്ളതൊരു ചെറിയ ക്ലെയിമാണ്. ഇത് എന്താ നടന്നിരിക്കുന്നത്? ഒരു വലിയ പാർട്ടി കള്ളരേഖ ഉണ്ടാക്കി ഒരു ആധാരത്തിന്റെ, ഒരു പ്രമാണത്തിന്റെ പേരിൽ നിരവധി കള്ള വ്യാജ ലോൺ ഉണ്ടാക്കി, വസ്തു വാങ്ങി, പാർട്ടി ഫണ്ട് ഉണ്ടാക്കി, ഇലക്ഷൻ ഫണ്ട് ഉണ്ടാക്കി, സോവനീർ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പാർട്ടി പറയാ അവർ കളവ് പറയാണ്. ഇ ഡിയെ ഒന്ന് കൊടുക്കൂ നിങ്ങൾ. ധൈര്യമുണ്ടോ? കളവ് പറഞ്ഞ ഇ ഡി കളവാണ് പറഞ്ഞതെങ്കിൽ അവരെ ജയിലിലടക്കാം. 7 കൊല്ലം തടവ് ശിക്ഷ വിധിക്കുന്ന കുറ്റമാണ് കോടതിയിൽ കള്ള മൊഴി കൊടുക്കുക എന്ന് പറയുന്നത്. 193 IPC ഒന്ന് നോക്കൂ നിങ്ങൾ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖത്ത് ചെരുപ്പെടുത്തടിച്ചതിന് തുല്യമല്ലേ ഈ സത്യവാങ്മൂലം? കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് പറയുന്നു, ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് അവർ ആഫീസ് എടുത്തിരിക്കുന്നു, അവർ വസ്തു വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് പാർട്ടി പറയുന്നു അത് പറഞ്ഞതെല്ലാം കളവാണ്. കളവാണെങ്കിൽ നിങ്ങൾ അവരെ നടപടിയെടുക്കൂ. ഉറപ്പായും അതിനെതിരെ കോടതിയിൽ പോകണം. ഇപ്പൊ ഇ ഡി പറയുന്ന രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ഇ ഡി പറയുന്നത് ഒരു പാർട്ടി, കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടി ഇത്രത്തോളം മന്ദയിൽ അത്രയും അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും CPM കോടതിയിലേക്ക് അതിനെതിരെ പോകണം. ഞാൻ തിരികെ എത്താം CR-ലേക്കും റജിയിലേക്കുമാണ് ചോദ്യം ഇടവേളയ്ക്ക് ശേഷം.